إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്നേഹധരണീയരായ സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കണേ എന്നാദ്യമായി എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആനുകാലിക സാഹചര്യങ്ങളിൽ നാമും നമ്മുടെ കുടുംബവും മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുത്ബയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സുകളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ ഹൃദയങ്ങളെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കുന്നതുമായ വാർത്തകളും വിവരങ്ങളുമാണ് ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് പശ്ചിമേഷ്യൻ പ്രവിശ്യകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും അതിൻ്റെ കാലുഷ്യതകളും അത് തീർത്തുകൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥയുമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാനത്തോ നമ്മുടെ മണ്ണിലോ അല്ല ഇത് നടക്കുന്നത് എങ്കിൽ പോലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കാതങ്ങൾക്കിപ്പുറം നമ്മുടെ അടുക്കളയിൽ പോലും എത്തിക്കഴിഞ്ഞിട്ടുള്ള സാഹചര്യമാണ്.
ഹോർമുസ് കടലിടുക്കിലെ ഉപരോധങ്ങൾ നമ്മളാരും ആലോചിച്ചിട്ടില്ലാത്ത പ്രതിസന്ധികളിലേക്ക് നമ്മെ വലിച്ചിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഒരു ചായ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാടും നഗരവും മാറിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു സാഹചര്യം. ഊർജ പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ കാരണം ഹോട്ടലുകളും ഫാക്ടറികളുമെല്ലാം അടച്ചുപൂട്ടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ സംജാതമായിരിക്കുന്നു. ഈ പ്രതിസന്ധികളെല്ലാം ഒരു ലോക മഹായുദ്ധമായി മാറുമോ എന്ന ആശങ്കകൾ പോലും ലോക ജനത പരസ്പരം പങ്കുവെക്കേണ്ടി വരുന്ന വല്ലാത്ത ഒരു അവസ്ഥ. സഹോദരങ്ങളെ, സഹോദരികളെ, ഒന്നാമതായി ഓർമ്മപ്പെടുത്താനുള്ളത് ജോർദാനും ലബനാനും സിറിയയും ഫലസ്തീനും അടക്കമുള്ള പ്രവിശ്യകൾ ഉൾക്കൊള്ളുന്ന ഷാമിന്റെ മണ്ണിൽ പ്രതിസന്ധികൾ ഉടലെടുത്തു കഴിഞ്ഞാൽ അത് ലോകത്തെ ആകമാനം ബാധിക്കുമെന്നത് അന്തിമ പ്രവാചകനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഫസദ അഹ്ലു ശാമി ഫലാ ഖൈറ ഫീകും. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന സഹിയായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശ്യാം പ്രദേശം അത് കുഴപ്പത്തിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഖൈറും ഉണ്ടാവുകയില്ലെന്നാണ്. മഹാനായ ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഈ ഹദീസ് കൊടുത്തപ്പോൾ അതിന്റെ ഒരു ബാബായി കൊണ്ട്, ഒരു തലക്കെട്ടായി, ശീർഷകമായി അദ്ദേഹം നൽകിയത് ഇങ്ങനെയാണ്: ദിക്റുൽ ഇഖ്ബാരി അലാ അന്നൽ ഫസാദ ഇദാ അമ്മ ഫി ശാമി യഉമ്മു ദാലിക ഫി സായിരിൽ മുദുൻ എന്ന. അദ്ദേഹം ഈ ഹദീസിന്റെ ഒരു തലക്കെട്ടായി കൊടുത്തൊരു വാചകമാണത്. ശ്യാം പ്രദേശം അഥവാ സിറിയയും അതിന്റെ പരിസര പ്രദേശങ്ങളും നാശം പടർന്നാൽ അത് മറ്റെല്ലാ നഗരങ്ങളിലേക്കും വ്യാപിക്കുമെന്ന് വ്യക്തമാക്കുന്ന വിവരം എന്നാണ് അദ്ദേഹം അതിന്റെ ഒരു തലക്കെട്ടായി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രവിശ്യകളുടെ സ്വസ്ഥതയും സമാധാനവും നമ്മുടെ താല്പര്യവും തേട്ടവും പ്രാർത്ഥനയുമായി മാറണം എന്നർത്ഥം. നിർഭയരായി ജീവിച്ച സമൂഹങ്ങളിൽ പരീക്ഷണങ്ങൾ വന്ന് പെയ്തിറങ്ങുമ്പോൾ അങ്ങനെയുള്ള പരീക്ഷണങ്ങളെ കുറിച്ച്, അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നൽകുന്ന മുന്നറിയിപ്പുകൾ ഓർക്കുവാനും നമ്മുടെ നയനിലപാടുകളെ കുറ്റമറ്റതമാക്കാനുള്ള ജാഗ്രതയാണ് നമുക്കുണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു നിഅമത്ത് തന്നാൽ, അത് ആരോഗ്യമാകട്ടെ, സാമ്പത്തികമാവട്ടെ, കുടുംബപരമാവട്ടെ, നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏത് സാഹചര്യങ്ങളിലും അള്ളാഹു ഒരു നിഅമത്ത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹദാതാവായ അള്ളാഹുവിനെ തിരിച്ചറിയുകയും എന്നിട്ട് അതിന് അള്ളാഹുവോട് ശുക്ർ കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാതെ ആ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിച്ചാൽ ആ നിഅമത്ത് അല്ലാഹു നിഖമത്താക്കി, ഒരു ഫിത്നയാക്കി, ഒരു ശിക്ഷയാക്കി മാറ്റിക്കളയും എന്നത് അള്ളാഹുവിന്റെ നടപടിയുടെ ഒരു ഭാഗമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒട്ടനേകം ഉദാഹരണങ്ങൾ അതിനുണ്ട്. നോക്കൂ നിങ്ങൾ, സൂറത്തുൻ നഹ്ലിൽ 112-ാമത്തെ ആയത്തിൽ അള്ളാഹു മനുഷ്യരെ ഉപമിക്കുന്ന, അതല്ലെങ്കിൽ മനുഷ്യരോട് പറഞ്ഞു തരുന്ന ഒരു ഉപമയുണ്ട്. وضرب الله مثلا قرية كانت آمنة مطمئنة. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാടിനെ, ഒരു രാജ്യത്തെ ഉപമയാക്കുകയാണ്. എന്താ നാടിന്റെ പ്രത്യേകത എന്നറിയുമോ? കാനത്ത് ആമിനതൻ മുത്മഇന്ന, വളരെ സുരക്ഷിതമായ, സ്വസ്ഥമായ, സമാധാനമുള്ള ഒരു നാടായിരുന്നു ആ നാട്. യഅതീഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ, എല്ലാ ഭാഗത്തു നിന്നും ആ നാട്ടിലേക്ക് ഭക്ഷണങ്ങൾ എത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലുള്ള ആളുകൾക്കൊന്നും പ്രയാസമെന്ത് എന്നറിയാത്ത വിധം അള്ളാഹുവിന്റെ നിഅമത്ത് പെയ്തിറങ്ങിയ ഒരു രാജ്യമായിരുന്നു അത്. പക്ഷേ അള്ളാഹുവിന്റെ ആ നിഅമത്തിനെ അവർ തിരിച്ചറിയാതെ ആ നിഅമത്തിനോട് നന്ദികേട് കാണിച്ചപ്പോൾ فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف.
ബിമാ കാനൂ യസ്നഊൻ. അനുഗ്രഹദാതാവായ റബ്ബിന്റെ നിഅമത്തിനോട് നന്ദികേട് കാണിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശപ്പിന്റെയും ഭയത്തിന്റെയും ഉടുപ്പുകൾ ആ രാജ്യത്തിന് അനുഭവിപ്പിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും അതിനെ യഥാവിധി ശുക്ർ കാണിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. അതിനു പകരം അനുഗ്രഹങ്ങളിൽ മതിമറന്ന് പടച്ചവന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ജീവിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഖേദകരമാണ്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്കൊരു അനുഗ്രഹം തന്നാൽ അത് ആരോഗ്യമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും കുടുംബപരമായാണെങ്കിലും ഏത് മേഖലകളിലാകട്ടെ, ആ അനുഗ്രഹം അള്ളാഹുവിൽ നിന്നാണെന്ന് തിരിച്ചറിയുകയും അതിന് നന്ദി കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിന്റെ കുഴപ്പം നമുക്ക് മാത്രമല്ല, അതിന്റെ വിപത്തുകൾ, അതിന്റെ അപകടങ്ങൾ, അതിന്റെ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിലടക്കം സംജാതമായിരിക്കും. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനും അതും നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൽ അൻഫാലിന്റെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. ഒരു ഫിത്നയെ നിങ്ങൾ സൂക്ഷിക്കുക. എങ്ങനെയുള്ള ഫിത്ന? ആളുകൾ തിന്മകളിൽ മതിമറന്ന് അള്ളാഹുവിന്റെ ഓർക്കേണ്ടതിന് പകരം അവനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ, അള്ളാഹു നൽകിയ നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കാതെ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ നിഖമത്തായി പല ശിക്ഷകളും നിങ്ങളിലേക്ക് ഇറങ്ങി വരും. അത് ഇറങ്ങി വരുമ്പോഴുള്ള പ്രത്യേകത, അത് ഏതെങ്കിലും ചില ആളുകളെ മാത്രമായിരിക്കില്ല പിടിപെടുക, മറിച്ച് ആ സമൂഹത്തിലെ എല്ലാവരെയും പിടികൂടും. അതുകൊണ്ട് നിങ്ങൾ അതിനെ സൂക്ഷിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഏത് മേഖലയിൽ എന്തെങ്കിലും നിഅമത്ത് തന്നിട്ടുണ്ടോ അത് തിരിച്ചറിഞ്ഞ് ആ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരായി നമ്മൾ മാറണം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഒന്നിനു പിറകെ ഒന്നായി എങ്ങനെ പ്രതികരിക്കണം എന്ന് പോലും അറിയാതെ മരവിച്ചു പോകും വിധം അനേകം വ്യത്യസ്ത രൂപത്തിലുള്ള മരണവാർത്തകൾ നമ്മൾ പത്രങ്ങളിലായി സോഷ്യൽ മീഡിയകളിലായി വായിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വലികുല്ലി ഉമ്മത്തിൻ അജൽ. എല്ലാ സമുദായത്തിനും ഒരു അവധിയുണ്ട്. ഫൈദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അല്ലാഹു നിശ്ചയിച്ച ആ സമയം, ആ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നാഴികക്കല്ല് വൈകിപ്പിക്കുകയില്ല, ഒരു മിനി സെക്കൻഡ് മുന്നോട്ടാക്കുകയില്ല. അള്ളാഹു നിശ്ചയിച്ച ആ കൃത്യമായ സമയത്ത് ഈ ലോകത്തിൽ നിന്നവർ വിട പറയേണ്ടി വരും. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. നോക്കൂ നിങ്ങൾ, വാൾപ്പാറയിലുണ്ടായ അപകടം, ഒരു സ്കൂളിലെ അധ്യാപികന്മാർ അവർ എല്ലാവരും ഒരു സന്തോഷത്തിനു വേണ്ടി, ഒരു ആനന്ദത്തിനു വേണ്ടി ടൂറ് പോയതാണ്. അവർ ആ വണ്ടിയിൽ കയറുമ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമോ ഇതെന്റെ അവസാനത്തെ യാത്രയായിരിക്കുമെന്ന്? ഇന്നലെയാണ് ആ നൗഷാദ് എന്ന് പറയുന്ന വ്യക്തി, 39 വയസ്സുകാരൻ മരിച്ചു എന്ന വാർത്ത നമ്മൾ അറിയുന്നത്. അയാൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമോ, ആ വ്യക്തിക്ക് അറിയുണ്ടായിരിക്കുമോ ഞാൻ ഇതെന്റെ അവസാനത്തെ യാത്രയായിരിക്കുമെന്ന്? എപ്പോൾ എവിടെ വെച്ച് ഏത് രൂപത്തിൽ മരണപ്പെടും എന്ന് നമുക്കാർക്കും അറിയില്ല. ചേതനയറ്റ ശരീരവുമായി തിരിച്ചു വരുന്ന അവസ്ഥകൾ അതല്ലേ നമ്മളൊക്കെ കണ്ടത്. ടൂർ പോയവരാണ് സന്തോഷത്തിനു വേണ്ടി, പക്ഷേ മരണമായിരുന്നു വിധിക്കപ്പെട്ടിരുന്നത്. അതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള വാർത്തകൾ നമ്മൾ അറിയുന്നു. പഠനത്തിന്റെ ഭാഗമായി പേപ്പർ പ്രസന്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ച കോളേജ് വിദ്യാർത്ഥിനിയെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. തൃശ്ശൂർ വെടിക്കെട്ട് അപകടത്തിൽ തൊഴിലിടത്തിൽ വെച്ച് ചിന്നിത്തെറിച്ച ശരീരം എത്രയാണ്, അവരെ കുറിച്ചുള്ള വാർത്തകളാണ് 2 ദിവസമായി നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. ആകെയുള്ളത് ഒരേ ഒരു ജീവിതമാണ്. എപ്പോൾ എവിടെ വെച്ച് ഏത് രൂപത്തിൽ ഏത് സമയത്ത് അവസാനിക്കുമെന്ന് നമുക്കാർക്കും നിശ്ചയമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഈ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതം, നമ്മുടെ ഓരോ സെക്കൻഡും മിനിറ്റുകളും ദിവസങ്ങളും ഓരോ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും അള്ളാഹുവിന് ഇഷ്ടമുള്ള, അവന് സംതൃപ്തിയുള്ള ജീവിതമായിരിക്കണം നമ്മുടെ എല്ലാം ജീവിതം.
മരണാനന്തര ജീവിതത്തിൽ സ്വർഗം ലഭിക്കുന്ന ജീവിതമായി ഈ ലോക ജീവിതത്തെ നമുക്ക് മാറ്റാൻ കഴിയണം. ഞാൻ മരിക്കുമ്പോൾ ഏതവസ്ഥയിലായിരിക്കും ഞാൻ മരിക്കുക എന്നതിനെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു പള്ളികളിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ സുജൂദിലായിട്ടാണോ ഞാൻ മരിക്കുക? അതല്ലെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും സിനിമ ഹാളിൽ അള്ളാഹു ഹറാമാക്കിയ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണോ? മദ്യഷാപ്പുകളിൽ മദ്യം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കുമോ എന്റെ മരണം? തീരുമാനിക്കേണ്ടത് നമ്മളാണ് സഹോദരന്മാരെ, സഹോദരികളെ. ഏതു സമയവും എന്റെ എല്ലാ നിമിഷവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് എന്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്ന തീരുമാനം നമ്മളിൽ നിന്ന് ഉണ്ടായിരിക്കണം. സഹോദരങ്ങളെ, മൂന്നാമതായി ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കാലാവസ്ഥയാണ്. ചൂട് വല്ലാതെ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വേനൽക്കാലത്ത് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ താപനില ഉയർന്നു നിൽക്കുകയാണ്. ഒരു മഴ പെയ്താലല്ലാതെ ഇതിന് പരിഹാരമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു പക്ഷേ എസിയും ഫാനും മറ്റു സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ഇതിനെ തരണം ചെയ്ത് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നിങ്ങളെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അത് ഈ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി തന്നെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ്. സൂറത്തു തൗബയിലെ 81-ാമത്തെ ആയത്ത്, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ ലൗ കാനൂ യഫ്ഖഹൂൻ. അവരൊന്ന് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ, ബുദ്ധി കൊടുത്തൊന്ന് ആലോചിച്ചിരുന്നുവെങ്കിൽ, നന്നായി ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, നരകാഗ്നിയുണ്ടല്ലോ ഇതിനേക്കാൾ ചൂടാണ് കേട്ടോ എന്ന അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തൽ. നോക്കൂ നിങ്ങൾ, തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെടുത്തി അള്ളാഹു ഇറക്കിയ ഒരു ആയത്താണത്. വലിയ കഠിനമായ ചൂടുള്ള സാഹചര്യത്തിലായിരുന്നു തബൂക്ക് യുദ്ധം ഉണ്ടായത്. ആ യുദ്ധത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചപ്പോൾ ചില ആളുകൾക്ക് ചൂട് കാരണം പുറത്തിറങ്ങാൻ മടി വന്നപ്പോൾ അള്ളാഹു ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമാകുന്നു അത്. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ. നബിയെ, നീ അവരോട് പറയുക, നരകാഗ്നി ഉണ്ടല്ലോ അതിനേക്കാൾ ചൂടുണ്ട് എന്നും. ഈ ദുനിയാവിലെ നിസ്സാരമായ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള സൂര്യന്റെ ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത നമ്മൾ എങ്ങനെയാണ് നാളെ പരലോകത്തൊരു ചാണപ്പുറത്ത് നിൽക്കുന്ന സൂര്യന്റെ ചൂട് ഏറ്റുവാങ്ങാൻ കഴിയുക? അല്ലെങ്കിൽ നരകത്തിലെ ചൂട് എങ്ങനെ നമുക്ക് സഹിക്കാൻ കഴിയും എന്ന ഒരു ചിന്തയാകട്ടെ. ഈ ഒരു ബോധ്യവും നമ്മുടെ കുടുംബ പരിസരങ്ങളിലും ഉണ്ടാകണം. നമ്മൾ മരിച്ചാൽ എപ്പോൾ മരിക്കുമെന്നറിയില്ല സഹോദരങ്ങളെ. ഏത് സന്ദർഭത്തിലും മരിക്കാം. നമ്മൾ എന്തെങ്കിലും ചെയ്താലേ അവിടെ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. നമ്മുടെ ഖബറിൽ, നാളെ മഹ്ശറിൽ അള്ളാഹുവിന്റെ ചോദ്യം ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടണോ? നമ്മുടെ പാപഭാരം ഒരാൾക്കും ഏറ്റെടുക്കാൻ സാധ്യമല്ല. ഒരാളുടെ പാപഭാരവും മറ്റൊരാളും ഏറ്റെടുക്കാത്ത വല്ലാത്തൊരു സന്ദർഭമാകുന്നു അത്. ആ സാഹചര്യത്തിൽ രക്ഷപ്പെടണോ? ഞാൻ ഇന്നാലിന്ന തറവാട്ടിൽ പിറന്നവനാണ് എന്ന് പറഞ്ഞത് കൊണ്ട് രക്ഷപ്പെടുമോ? വലിയ കോടീശ്വരനാണ് എന്ന് പറഞ്ഞത് കൊണ്ട് രക്ഷപ്പെടുമോ? നാലാൾ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമോ? അതല്ലെങ്കിൽ ആളുകൾക്കിടയിൽ സ്വാധീനമുള്ള വലിയ പെരുമയുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ഒക്കുമോ? ഇല്ല, ഇല്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? മാനവരിൽ മഹോന്നതനാണ്. 1,24,000-ൽ പ്രവാചകന്മാർ വന്നപ്പോ അതിൽ 5 പ്രവാചകന്മാർ ഉലുൽ അസ്മിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോ അതിൽ ഏറ്റവും പരിശുദ്ധനായ, ഏറ്റവും നല്ല, മാനവരിൽ മഹോന്നതനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സ്വന്തം മകളായ ഫാത്തിമയെ ഉപദേശിച്ചത് യാ ഫാത്തിമ ബിൻത് മുഹമ്മദ് സലീനി മിൻ മാലി മാ ശിഅതി ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ എന്നാണ്. മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, നിനക്ക് ആവശ്യമായ സമ്പത്ത് വേണോ? എന്റേത് കയ്യിലുള്ളത് ഞാൻ നിനക്ക് നൽകാം. പക്ഷേ നിന്റെ ദേഹത്തെ നരകത്തിൽ നിന്നും നീ തന്നെ രക്ഷിച്ചു കൊള്ളണം. നിനക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ പരലോകത്ത് എനിക്ക് കഴിയുകയില്ല എന്ന് കരളിന്റെ കഷ്ടമായ ഫാത്തിമയോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത് ഇപ്രകാരമാണ്. അതുകൊണ്ട് നമ്മളും നമ്മുടെ കുടുംബവും ദീന് പഠിക്കുന്ന സാഹചര്യം ഉണ്ടാവണം. ദീനി സദസ്സുകളിൽ പങ്കെടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കണം. മതബോധമുള്ളവരായി ജീവിക്കുന്ന അവസ്ഥ നമ്മളിൽ ഉണ്ടാകണം. കാലം കഴിയും തോറും, മുന്നോട്ട് പോകും തോറും ആളുകളിൽ നിന്ന് അമാനത്ത് നഷ്ടപ്പെടുകയാണ്. ദീനിൽ നിന്ന് ആളുകൾ അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഹറാമുകളൊക്കെ നോർമലായി കൊണ്ടിരിക്കുന്നു.
സിനിമ കാണുന്നത്, അതുപോലെ പാട്ടുകൾ, സംഗീതങ്ങൾ കേൾക്കുന്നത്. റീൽസുകളിലൊക്കെ എത്രയെത്ര സംഗീതങ്ങളാണ്. അത് കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു വെറുപ്പ് നമ്മുടെ മനസ്സിൽ തോന്നാത്തത്? അള്ളാഹുവിനെ അവന് ധിക്കരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ ഒരു നിഷേധത്തോട് ഒരു വെറുപ്പ് പോലും തോന്നാത്തത് എന്തുകൊണ്ടാണ്? ഈമാനിന്റെ അംശം നമ്മുടെ ഹൃദയത്തിൽ മരിച്ചു പോകുന്നുവോ? എങ്കിൽ സഹോദരങ്ങളെ, ആലോചിക്കുക. കാലങ്ങൾ കഴിയും തോറും ആളുകളിൽ നിന്ന് ദീന് പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ആ സമയത്തും ദീനനുസരിച്ച് ജീവിക്കുന്ന, അതിനോട് പ്രതിബദ്ധതയുള്ള കുടുംബമായി നമ്മളും നമ്മുടെ ഭാര്യയും മക്കളും നമ്മുടെ ഉപ്പയും ഉമ്മയും ജ്യേഷ്ഠാനിയന്മാരും നല്ല ദീന് പഠിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വല്ലാത്ത ഒരു ബറക്കത്തും റഹ്മത്തും ഉണ്ട്. അതാണ് ഏറ്റവും നമ്മുടെ മനസ്സുകളിൽ സമാധാനം ഉണ്ടാക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ദുൽഖഅദ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ഹജ്ജിന്റെ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ്. പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നാണ് ദുൽഖഅദ. അതോടൊപ്പം ദുൽഖഅദയെ കുറിച്ച് ഓർക്കാനും പകർത്താനുമുള്ള 2 കാര്യങ്ങളെ കുറിച്ച് പ്രമാണങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. അതിലൊന്ന്, ദുൽഖഅദ മാസത്തിലെ ഉംറക്ക് ചരിത്രപരമായ ഒരു പ്രത്യേകതയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച എല്ലാ ഉംറയും ദുൽഖഅദ മാസത്തിലാണ്. അങ്ങനെ ഒരു സവിശേഷത ഈ മാസത്തിലുണ്ട്. അതുപോലെ രണ്ടാമത്തെ കാര്യം, ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഉദ്ഹിയ്യാത്ത കർമ്മത്തിനെ കുറിച്ച് നമ്മൾ ആസൂത്രണം ചെയ്യേണ്ട ഒരു സന്ദർഭമാണ്. വലിയ താല്പര്യപൂർവം നിർവഹിക്കേണ്ട മുഅക്കദായ, അഥവാ വളരെ പ്രബലമായ വളരെ ശക്തമായ ഒരു സുന്നത്താണ് ഉദ്ഹിയ്യത്ത്. പെരുന്നാൾ വരുമ്പോ പെരുന്നാൾ ഭക്ഷണവും പെരുന്നാൾ ഡ്രസ്സും പെരുന്നാൾ ടൂറും മാത്രമായി ചർച്ചകൾ പരിമിതപ്പെടുത്താതെ ഉദ്ഹിയ്യത്തും നമ്മുടെ സജീവമായ ആലോചനകളിൽ ഉണ്ടാവണം. അതിനുള്ള മുന്നൊരുക്കങ്ങൾ 8,000 10,000 രൂപ മാറ്റിവെക്കാനുള്ള സാധ്യതകളെ കുറിച്ച് ഗൗരവമായി നമ്മളൊക്കെ കഴിയുന്ന ആളുകളൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നന്മകളിൽ മുന്നേറുന്ന ആളുകളിൽ എപ്പോഴും അള്ളാഹുവിനെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ മുന്നിൽ വരുമ്പോഴും ദീനിന് മുൻതൂക്കം നൽകി പരലോകത്തിന് പ്രാമുഖ്യം നൽകി ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചൂടുള്ള പ്രയാസങ്ങൾ, ചൂടിന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും, ഇപ്പോൾ തന്നെ ചില വീടുകളിലൊക്കെ വെള്ളത്തിൻ്റെതായ ചില പ്രയാസങ്ങളുണ്ട്. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് നമുക്ക് അള്ളാഹു മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ഒരു കാര്യം ഓർമ്മപ്പെടുത്താനും ഇൻഷാ അല്ലാഹ്, ഇവിടുത്തെ തിരുരങ്ങാടി മദ്രസയുടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് 1 മുതൽ 8ാം ക്ലാസ് വരെ. അതുകൊണ്ട് രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ അതുണ്ടാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളൊക്കെ ദീനിന്റെ മാർഗത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين.